ബാല പാർലമെന്റ് തൃക്കരിപ്പൂർ ആഴ്ചയിൽ തുടക്കമായി. കാസർഗോഡ് ജില്ലാ കുടുംബശ്രീ മിഷൻ ബാലസഭ നേതൃത്വത്തിലാണ് 2 ദിവസങ്ങളിലായി ജില്ലാ ബാല പാർലമെന്റ് നടന്നുവരുന്നത്. ബാല പാർലമെന്റിന് തൃക്കരിപ്പൂർ ആഴ്ചയിൽ തുടക്കമായി. കാസർഗോഡ് ജില്ലാ കുടുംബശ്രീ മിഷൻ ബാലസഭ നേതൃത്വത്തിലാണ് 2 ദിവസങ്ങളിലായി ജില്ലാ ബാല പാർലമെന്റ് നടന്നുവരുന്നത്. ബാലസഭ സംസ്ഥാന റിസോഴ്സ് പേഴ്സൺ വിജയകുമാർ പനയാൽ, പരിശീലകൻ പി മുരളീധരൻ എന്നിവരാണ് തൃക്കരിപ്പൂർ ആഴ്ചയിൽ തുടക്കമിട്ട ബാല പാർലമെന്റിനെ നയിക്കുന്നത്. സാമൂഹ്യനീതി, ശിശുക്ഷേമം, പരിസ്ഥിതി സംരക്ഷണം, കലാ, കായിക, സാംസ്കാരിക വിഷയങ്ങളിലെല്ലാം അംഗങ്ങൾ ബാല പാർലമെന്റിൽ ചോദ്യങ്ങൾ ഉന്നയിച്ചു. 1-ാം ദിവസം ഭരണഘടന, പാർലമെന്റ് ചരിത്രം, പ്രാധാന്യം, നടപടിക്രമങ്ങൾ 1 മണിക്കൂർ ലഘുവിവരണവും നടന്നു. ഐറ്റിക്കടവ് റിസോർട്ടിൽ കുടുംബശ്രീ ജില്ലാ മിഷൻ കോർഡിനേറ്റർ രതീഷ് പിലിക്കോട് ബാല പാർലമെന്റിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. 16 വയസ്സുള്ള അവിടുത്തെ ശാന്തിക്കാരനായ ആ വ്യക്തിയോട് പറയണം, എനിക്കൊന്ന് ഈ കണക്ക് പഠിപ്പിച്ചു തരുന്നു. അപ്പോ ഈ ശാന്തിക്കാരൻ ആകെ സങ്കടായി. എന്താണ് പറയേണ്ടതെന്ന് ആദ്യം കുറച്ച് പരിഭ്രമിച്ചു. പിന്നീട് അദ്ദേഹം പറഞ്ഞു, മോളെ, എനിക്ക് വായിക്കാൻ അറിയില്ല, കണക്ക് കൂട്ടാനും അറിയില്ല. അപ്പോ പറഞ്ഞു, ഞാൻ കണക്ക് പഠിപ്പിക്കാലോ. അങ്ങനെ അന്ന് മുതൽ ഈ 16 വയസ്സുള്ള ഈ മനുഷ്യ 8 വയസ്സുള്ള ഈ പെൺകുട്ടിയുടെ പ്രിയപ്പെട്ട വിദ്യാർത്ഥിയായിട്ട് മാറി. കുറെ കാലങ്ങൾക്ക് ശേഷം, ഒരു 5-8 മാസങ്ങൾക്ക് ശേഷം ഒരു ദിവസം അവിടെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഈ പ്രസാദം കൊടുക്കുന്ന ഒരു പേപ്പർ ഒരു കഷ്ണം താഴോട്ട് വീണുപോയി. ആ ശാന്തിക്കാരനാൽ വീണ പേപ്പർ എടുത്ത് തുറന്നു നോക്കിയപ്പോൾ അതിലെന്ത് എഴുതിയിട്ടുണ്ട്? നമ്മളിപ്പം പുതിയ കുറെ കൊടകളുടെ പേര് നമുക്കറിയാലോ അല്ലെ? നമ്മളെ വീടിന്റെ സ്വീകരണ മുറിയിൽ പല ടൈപ്പ് സാധനങ്ങൾ നമുക്ക് ആ പെട്ടിയുടെ ഉള്ളിൽ നിന്ന് നമുക്ക് പറഞ്ഞു തരുന്നില്ല അല്ലെ? കൊട മാത്രമല്ല, പലതും നമുക്ക് അതിൽ നിന്നാണല്ലോ നമ്മൾ കിട്ടുന്നത്. ജില്ലാ മിഷൻ അസിസ്റ്റന്റ് കോർഡിനേറ്റർ കിഷോർ കുമാർ അധ്യക്ഷത വഹിച്ചു. തൃക്കരിപ്പൂർ CDS അധ്യക്ഷ M മാലതി, ജില്ലാ മിഷൻ മുൻ കോർഡിനേറ്റർ ഡോക്ടർ MK രാജശേഖരൻ, കുടുംബശ്രീ ജില്ലാ പ്രോഗ്രാം മാനേജർ S മനു, ബ്ലോക്ക് കോർഡിനേറ്റർ PP അഖിൽ, ജില്ലാ പ്രോഗ്രാം മാനേജർ P രത്നേഷ്, ബ്ലോക്ക് കോർഡിനേറ്റർ KR കാവ്യ എന്നിവർ സംസാരിച്ചു. ആദ്യ ദിനം ആനന്ദ് പേക്കടം മഞ്ഞുരുകി തീരലിൽ പുള്ളറും മാഷും അവതരിപ്പിച്ചു. നാടക നടൻ വിനോദ് ആലന്തട്ടയുടെ നേതൃത്വത്തിൽ കലാ സാംസ്കാരിക പരിപാടികൾ അവതരിപ്പിച്ചു. ഉർമീസ് തൃക്കരിപ്പൂർ, ന്യൂസ് ബ്യൂറോ, തൃക്കരിപ്പൂർ.